കേരള സമൂഹത്തെ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകളെ ഞെട്ടിച്ച സംഭവമാണ് പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥി ജിഷയുടെ കൊലപാതകം. 2016 ഏപ്രിൽ 28-നാണ് ജിഷ കൊല്ലപ്പെട്ടത്. 1 വർഷവും 8 മാസവും കഴിഞ്ഞ് പ്രതി അമീറുൽ ഇസ്ലാമിന് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. വീണ്ടും 7 വർഷം കഴിഞ്ഞു. വിധി നടപ്പാക്കാൻ അനുമതി തേടി സർക്കാരും കുറ്റവിമുക്തനാക്കാൻ പ്രതി നൽകിയ ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയാൻ പോവുകയാണ്. നോക്കാം കേസിന്റെ നാൾ വഴി. 2016 ഏപ്രിൽ 28 രാത്രി 8 മണിയോടെ പെരുമ്പാവൂർ കുറുപ്പമ്പടിയിലെ കനാൽ പുറമ്പോക്കിലുള്ള ഒറ്റമുറി ഷെഡിൽ ജിഷയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. 2016 ഏപ്രിൽ 30 പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങി. 2016 മെയ് 4 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ശരീരത്തിൽ 38 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തൽ. പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് പെരുമ്പാവൂർ ഡിവൈഎസ്പിയെ മാറ്റി ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി AB ജിജിമോന് അന്വേഷണ ചുമതല നൽകി. മെയ് 14 കൊലയാളിയുടെ DNA വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതി നിർമ്മാണ തൊഴിലാളിയെന്ന് പിന്നാലെ പോലീസ് ഉറപ്പിച്ചു. ഘാതകരെ തേടി 2016 മെയ് 16 പോലീസ് സംഘം ബംഗാളിലെ മുർഷിദാബാദിലേക്ക്. 2016 മെയ് 19 കേസുമായി ബന്ധപ്പെട്ട 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിലുണ്ടായിരുന്ന അന്വേഷണ സംഘത്തെ മാറ്റി ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം 2016 മെയ് 28 നിലവിൽ വന്നു. 2016 ജൂൺ 2 പ്രതിയെന്ന് കരുതുന്നയാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. 2016 ജൂൺ 14 പ്രതിയായ അമീറുൽ ഇസ്ലാമിനെ തമിഴ്നാട് കേരള അതിർത്തിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. 2016 സെപ്റ്റംബർ 16 കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 2017 മാർച്ച് 13 ആകുമ്പോഴേക്കും ജിഷ വധക്കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചു. 2017 ഡിസംബർ 6 അന്തിമവാദം പൂർത്തിയായി. ഡിസംബർ 12 അമീറുൽ ഇസ്ലാമിനെ കുറ്റക്കാരനെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു. ഏറ്റവും ഒടുവിൽ 2017 ഡിസംബർ 14 അമീറുൽ ഇസ്ലാമിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. കീഴ്ക്കോടതി വിധി പ്രകാരം പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി തേടി സർക്കാർ പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചു. സാങ്കേതിക നടപടിയെന്ന നിലയിലായിരുന്നു നീക്കം. കീഴ്ക്കോടതി വിധി ചോദ്യം ചെയ്തും തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിയും ഹൈക്കോടതിയിലെത്തി. വിശദവാദം കേട്ട ഡിവിഷൻ ബെഞ്ച് കേസിൽ ഇന്ന് വിധി പറയും. ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങിയ ബെഞ്ച് 1:45 വിധി പറയുക. S ശ്രീകാന്ത്, 24, കൊച്ചി.